ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. അത് വെറും ചപ്പാത്തിയല്ല കേട്ടോ, നല്ല ഭയങ്കര സോഫ്റ്റായ ചപ്പാത്തിയാണ്. കാരണം ചപ്പാത്തി ഇഷ്ടമല്ലാത്തവർ ആരുമില്ല അല്ലേ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. പക്ഷെ കുട്ടികൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും, കാരണം അവർക്ക് പല്ലുണ്ട്. പക്ഷേ ഈ പല്ലില്ലാത്ത വയസ്സായവർ, നമ്മുടെ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ അമ്മമാർ, പല്ലില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മിക്കവാറും ചപ്പാത്തി ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ അവർ കഴിക്കില്ല. കാരണം അയ്യോ പല്ലില്ല, കടിച്ച് കഴിക്കണ്ടേ എന്ന് പറയും. പക്ഷേ ഇനി ആ ഒരു പരാതി ഉണ്ടാവില്ല. കാരണം അത്രയും സോഫ്റ്റായതാണ് ഈ ചപ്പാത്തി. ഭയങ്കര സോഫ്റ്റ് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഉറപ്പായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും, അത്ര സോഫ്റ്റാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഇതുവരെ ആരെയും ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം കേട്ടോ, നമുക്ക് കാണാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായ ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് ആദ്യം ഗോതമ്പ് പൊടി, പിന്നെ വെളിച്ചെണ്ണ, അതേപോലെ ഉപ്പ്, പിന്നെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ വെള്ളമാണ് കേട്ടോ. ചൂടുള്ള വെള്ളമാണ്, പച്ചവെള്ളമല്ല. മെയിനായിട്ട് വേണ്ടത് ചൂടുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുകൊണ്ട് ആദ്യം ഗോതമ്പ് പൊടി, ഞങ്ങളുടെ ഇവിടെ നിറയെ ആൾക്കാർ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കിയതും നിറയെ കഴിക്കും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പൊടി എടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ള് വെളിച്ചെണ്ണ, ലേശം ഒരു സ്പൂൺ ലേശം വെളിച്ചെണ്ണ. അത് നമ്മൾ ഒഴിക്കുന്നത് തിരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇളം ചൂട് മതി, ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മൾ. അപ്പോൾ ഈ വെളിച്ചെണ്ണയും ഇതും കൂടി ആദ്യം മാവ് ഒന്ന് ഇതാക്കി, മാവും ഉപ്പും കൂടി നന്നായി ഒന്ന് ആദ്യം ഇതാക്കുക. എന്നിട്ട് നമുക്ക് ഇളം ചൂടുള്ള ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ പൊടി എടുത്തത് കൊണ്ട് ഞാൻ കൂടുതലെടുത്തതാണ്. ഇത്ര പൊടിക്കൊരു 2 ഗ്ലാസ് 2.5 ഗ്ലാസ് വെള്ളം മതിയാവും. അപ്പം നമുക്ക് ഈ പൊടി ആദ്യം കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാവൊക്കെ ഒരുവിധം കുഴച്ച് ഇതായിട്ടുണ്ട്. അപ്പം നന്നായി ഒന്നും കൂടി കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ നല്ലതാണ്, സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കാൻ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചുട്ടെടുത്തത്. കാരണം മോള് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് അടച്ച് വെച്ചിട്ടാണ് ഞാൻ ആക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ്. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു, അത്രയും നല്ല സോഫ്റ്റ്. പറഞ്ഞാൽ തൊട്ട് നോക്കുമ്പോഴേക്കും നല്ല ഒരു ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഞാൻ കുറച്ച് ബോളുകൾ പോലെ നമ്മൾ കുറച്ച് ഉണ്ടകളാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുത്ത് പരത്താലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഒന്നാമത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പരത്തി വെച്ചിട്ട് ചുടാറില്ല. ഞാൻ ചുടലും പരത്തലും എല്ലാം ഒപ്പമാണ് ചെയ്യാറ് കേട്ടോ. ചിലവരുണ്ട് നമ്മൾ എല്ലാം ബോളുകളാക്കി വെച്ച് പിന്നെ എല്ലാം പരത്തി പിന്നെ 2ാം പ്രാവശ്യമാണ് ചുടാറ്. ഞാൻ അങ്ങനെയല്ല. ആദ്യം നമ്മൾ കുഴച്ച് വെച്ച മാവിനെയൊക്കെ ഓരോരോ ബോളുകളാക്കിയിട്ട് ഉണ്ട പോലെ ആക്കി നല്ല ഷേപ്പിലാക്കിയിട്ട് നമ്മൾ അവിടെ വയ്ക്കും. എന്നിട്ട് ഞാൻ ഗ്യാസ് കത്തിക്കും. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് ചുടുന്ന പോലെ അങ്ങനെ ചെയ്യും. ഒപ്പമാണ് രണ്ടും ഒപ്പമാണ് ഞാൻ ചെയ്യാറ്. അല്ലാതെ പരത്തി വെച്ചിട്ട് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് പറഞ്ഞ് തന്ന് സോഫ്റ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിനെ അറിയുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ വെറുതെ നല്ല സോഫ്റ്റാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയില്ല. കാരണം അത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അത് വെറുതെ പറയണേ
എന്ന് വിചാരിക്കുമല്ലോ. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ഒരേ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഉറപ്പായാലും നിങ്ങൾ പിന്നെയും ചെയ്ത് നോക്കും. കാരണം ചെയ്യാത്തവരാണെങ്കിൽ മിക്ക പേർക്കും ഇതറിയാം. അറിയാത്തവരോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചപ്പാത്തി. ഇപ്പോൾ പല്ലില്ലാത്തവർക്കും അതേപോലെ വയസ്സായവർ ചപ്പാത്തി ഒരുപാട് അവർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷേ ഹാർഡായതുകൊണ്ട് അവർക്ക് കഴിക്കാൻ പറ്റാണ്ട് അവരത് ഒഴിവാക്കും. എന്നിട്ട് ഷുഗറുള്ളവർ ഗോതമ്പ് ദോശ കഴിക്കും. പക്ഷെ ഞാൻ കുറേ പേര് അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെയുള്ളവരെ. അതുകൊണ്ട് ഞാൻ പറയണേ, പക്ഷെ ഇനി ആ ചപ്പാത്തി നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായാലും കഴിക്കും, അവർക്ക് ഇഷ്ടമാവും. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നല്ലൊരു ചപ്പാത്തി ചുടുമ്പോൾ നല്ല ഇളം ചൂടുള്ള വെള്ളത്തിൻ്റെയും ആ വെളിച്ചെണ്ണയുടെയും നല്ലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചുടുമ്പോൾ തന്നെ നല്ല മണം വന്നിരുന്നു. നല്ല ഒരു പ്രത്യേക ഒരു മണം എന്നൊക്കെ പറയില്ല, നല്ല അത്രയും ഒരു പെർഫെക്റ്റും ടേസ്റ്റ് നല്ല ഇതുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറയണതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്താ മോള് കണ്ടില്ലേ, ഞാൻ അവളെ വിളിച്ച് ഇത് അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയതാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൊരു ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവൾ അടുത്തുനിന്ന് പോവുകയില്ല, അടുത്ത് തന്നെ ഇരിക്കും. നേരെ ഒരു പണി ചെയ്യുക. മക്കളുള്ളവർക്ക് അതിനെ അറിയാം, പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി കണ്ടില്ലേ എന്ത് സോഫ്റ്റായിട്ടാണല്ലേ പൊന്തി വരുന്നത്. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അറിയാത്തവരോടാണ് ഞാൻ പറയുന്നത്, എല്ലാവരുടെ അടുത്തല്ല. ഈ രഹസ്യക്കൂട്ട് അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അത്രയും പെർഫെക്റ്റാണ്. എന്താ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ, ഇതാ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, മോനാണ് മുറിച്ച് ടേസ്റ്റ് നോക്കണം. അപ്പോൾ സൂപ്പറായിട്ട് പറയണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഉറപ്പായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്, അടുത്തൊരു വീഡിയോ കാണും വരെ.